ട്രംപിനോട് പോയി നീ തരത്തിൽ പോയി കളിക്കട എന്ന് അയത്തുള്ള എവിടുന്ന് കിട്ടി ഇത്രയും ധൈര്യമെന്നാ? ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ഇന്ത്യയെ ഇത്രയധികം ദ്രോഹിച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രംപിന് ഭയമാണെന്ന് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. നാഴികയ്ക്ക് 40 വട്ടം ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് പറഞ്ഞിട്ടും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കിയിട്ടും ഇന്ത്യക്കാരെ കയ്യാമം വെച്ച് അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയിട്ടും സാധാരണ നയതന്ത്ര നിഷേധ പ്രസ്താവനകളല്ലാതെ ഒന്ന് വായ തുറന്ന് പ്രതികരിക്കാൻ നരേന്ദ്രമോദി ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ ഭയചകിതമായ നിശബ്ദതയ്ക്കിടയിലാണ് 40 വർഷമായി അമേരിക്കൻ ഉപരോധത്തിൽ കഴിയുന്ന ഇറാന്റെ അയത്തുള്ള ട്രംപിനോട് പോയി തരത്ത് പോയി കളിക്കടാ ചെക്ക എന്ന് പറഞ്ഞത്. നമുക്ക് പരിശോധിക്കാം അയത്തുള്ളക്ക് ട്രംപിനെ ഇങ്ങനെ പരിഹസിക്കാനുള്ള ധൈര്യം ലഭിക്കുന്നത് എവിടെ നിന്നാണ്. സമ്മാന കൊതി മൂത്ത് നടക്കുകയാണ് ട്രംപ്. ഇത്തവണ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ. അതിന്റെ ഭാഗമായി ഇറാനുമായി ആണവ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്ക പറഞ്ഞതിന് പിന്നാലെയാണ് അയത്തുള്ള ഖമേനിയുടെ പരിഹാസമുണ്ടായത്. ഇറാന്റെ ആണവ കേന്ദ്രം തകർത്തു എന്ന് വീമ്പിളക്കിയ ട്രംപിനോട് അത് മോന്റെ വെറും സ്വപ്നം മാത്രമായിരിക്കുമെന്നാണ് അയത്തുള്ള പ്രതികരിച്ചത്. സ്വയം ഡീൽ മേക്കർ എന്ന് വിളിക്കുന്ന ട്രംപിനെ വീണ്ടും പരിഹസിച്ച് ഈ ഡീൽ മേക്കിങ്ങിന്റെ പേരിൽ നടക്കുന്ന അടിച്ചേൽപ്പിക്കലും ഭീഷണിയും ഒക്കെ കയ്യിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ മോനെ എന്നാണ് തിരിച്ചടിച്ചത്. ഇറാനുമായി എണ്ണ കച്ചവടം നടത്തി എന്ന് പറഞ്ഞ് അമേരിക്ക 9 ഇറാൻ ഇന്ത്യൻ കമ്പനികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി. ഒന്നും പറയാനാകാതെ നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ ഇറാൻ ആകട്ടെ ഒരു കൂസലുമില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു പ്രത്യേക തരം ഭൗമ രാഷ്ട്ര നയമാണ് ഇറാന്റേത്. അമേരിക്കൻ ഉപരോധങ്ങളിലൂടെ ജീവിച്ച ഒരു തലമുറ അവർക്ക് തങ്ങളുടെ നേതാക്കൾ എത്ര ബോറന്മാരാണെങ്കിലും ഇറാനിയൻ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ അവർ വെറുതെ ഇരിക്കില്ല. ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം വിജയം കണ്ടു തുടങ്ങി. അറബ് രാജ്യങ്ങൾ വരെ ട്രംപിനെ പുകഴ്ത്തിയപ്പോൾ ട്രംപിനെ വെല്ലുവിളിക്കാനുള്ള ഇറാന്റെ ആത്മവിശ്വാസം നമ്മൾ കാണാതെ പോകരുത്. 2025 ജൂണിലെ 12 ദിവസമാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ ബോംബുകൾ വർഷിച്ചത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അഭൂതപൂർവമായ ആക്രമണങ്ങൾ നടത്തി. എന്നാൽ ഇറാൻ തങ്ങളുടെ ആണവ ശേഷിയെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത് പോലെ തന്ത്രപരമായ അവ്യക്തത എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ ആക്രമണങ്ങൾ പൂർണ്ണമായും തകർത്തു എന്ന ട്രംപിന്റെ പരസ്യമായ വാദം അപക്വമാണെന്ന് അന്നേ ഇറാനിയൻ ഉദ്യോഗസ്ഥരും സ്വതന്ത്ര വിശകലന വിദഗ്ധരും ഒക്കെ വാദിക്കുന്നുണ്ട്. ഇന്നത് അയത്തുള്ള ഖമേനി തന്നെ വീണ്ടും നേരിട്ട് പറയുകയാണ്. പിടിച്ചു നിൽക്കാനാകാതെ പെന്റഗൺ തന്നെ മുൻ പ്രസ്താവനകളിൽ മാറ്റം വരുത്തി പിന്മാറുകയും ചെയ്തു. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആക്രമണങ്ങൾ 1-2 വർഷത്തേക്ക് വൈകിപ്പിക്കാൻ സാധിച്ചു എന്ന് പിന്നീട് മാറ്റി പറയുകയുണ്ടായി. ഈ അവ്യക്തത, അതായത് ഇറാനെ തന്ത്രപരമായി സഹായിക്കുന്നതാണ് ഈ അവ്യക്തത. 2025 ജൂലൈയിൽ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചതിലൂടെ ഇറാന്റെ യഥാർത്ഥ ശേഷിയോ ശേഷിക്കുറവോ അറിയാൻ പാശ്ചാത്യ ലോകത്തിന് ഇപ്പോൾ സാധ്യമല്ല. പക്ഷെ അതേസമയം മറ്റ് രാജ്യങ്ങളുമായി നയതന്ത്രപരമായ നീക്കങ്ങൾക്കുള്ള ഇടം സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലും പാകിസ്ഥാനും ഒക്കെ ചെയ്യുന്നത് പോലെ വലിയ ആയുധവൽക്കരണത്തിലേക്ക് ഇറാൻ നീങ്ങുന്നില്ല. അതില്ലാതെ തന്നെ ഇറാന്റെ ശക്തിയെക്കുറിച്ച് ഒരു ഭയം മറ്റുള്ളവരിൽ നിലനിർത്തുക എന്നതാണ് ഇറാന്റെ തന്ത്രം. പ്രതിരോധ മൂല്യം എന്നാണ് ഇതിന് നമ്മൾ പറയുന്ന പേര്. മറ്റൊരു ഇറാൻ രീതിയാണ് തന്ത്രപരമായ ക്ഷമ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഖത്തറിലെ അമേരിക്കൻ ബേസ് മുൻകൂട്ടി അറിയിച്ചിട്ട് ആക്രമിച്ചത്. ഖത്തറിന്റെ മിത്രമായ അമേരിക്കയുടെ എതിർപ്പ് മറികടന്ന് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം നമ്മൾ കണ്ടതാണ്. ഇസ്രായേലും ഇറാനും പ്രതികരിക്കുന്നതിന്റെ രീതികളിലെ വ്യത്യാസം അറിയാൻ ഇത് നമ്മളെ സഹായിക്കുകയും ചെയ്തു. പതിറ്റാണ്ടുകളായി പ്രതിരോധത്തിനായി പ്രധാനമായും പ്രോക്സി സേനകളെ, അതായത് ഹൂത്തി, ഹിസ്ബുള്ള, ഹമാസ് സേനകളെ ആശ്രയിച്ചിരുന്ന ഇറാൻ ഈ ശക്തികൾ ക്ഷയിക്കാൻ തുടങ്ങിയതോടെയാണ് സ്ട്രാറ്റജിക് പേഷ്യൻസിലേക്ക് ഇറാൻ കടന്നത്. 9 കോടിയാണ് ഇറാന്റെ ജനസംഖ്യ. അതിൽ നല്ലൊരു വിഭാഗം ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ മത നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല. അവർ ആരും തന്നെ ഇസ്ലാമിക വിപ്ലവം തുടച്ചു നീക്കിയ അമേരിക്കൻ പാവയായിരുന്ന ഷാ ഭരണകൂടത്തെയും അനുകൂലിക്കുന്നില്ല. ഇറാനിലെ മത പോലീസ് ഹിജാബ് ധരിക്കുന്നത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാനിലെ മിടുക്കികളായ സ്ത്രീകൾ അവരെ ഓടിച്ചു തുരത്തുന്ന ദൃശ്യങ്ങൾ നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതേ മതഭരണകൂടത്തിനായി
ഭരണകൂടത്തിനെതിരെ ഇസ്രായേലോ അമേരിക്കയോ ശബ്ദമുയർത്തുമ്പോൾ ഇറാനികൾ തങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ശക്തിയിൽ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. ഇതാണ് ഐറണി. സൈനികമായി ഇറാൻ സ്വന്തമായി ആന്റി ഷിപ്പ്, ആന്റി എയർ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്ന ഒരു വമ്പൻ സംവിധാനമുണ്ട്. ഗറില്ല യുദ്ധം നടത്താൻ ശേഷിയുള്ള പ്രോക്സി ഗ്രൂപ്പുകളുണ്ട്. 12 ദിവസ യുദ്ധത്തിൽ ഇസ്രായേലും US-ഉം ഇറാനിന്റെ ന്യൂക്ലിയർ സൈനിക സൈറ്റുകളെ ആക്രമിച്ചെങ്കിലും പൂർണ്ണമായും ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്നത് അതുകൊണ്ടാണ്. ഈ യുദ്ധം ഇറാനിന്റെ ദൗർബല്യങ്ങൾ വെളിപ്പെടുത്തിയെങ്കിലും കരയുദ്ധമില്ലാതെ ഇറാനിൽ ഭരണമാറ്റം സാധ്യമല്ല. മലനിരകൾ നിറഞ്ഞ ഭൂപ്രകൃതിയാണ് ഇറാന്റേത്. ഇത് ആക്രമിക്കാൻ വരുന്നവരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കും. അഫ്ഗാനിസ്ഥാന്റെയും വിയറ്റ്നാമിന്റെയും ഒരു തോൽവിയുടെ പാഠങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിലുണ്ട്. ചരിത്രം എടുത്തു നോക്കിയാൽ പുരാതന പേർഷ്യയായ ഇറാൻ നിരവധി അധിനിവേശങ്ങളെ ചരിത്രപരമായി പ്രതിരോധിച്ചു വരികയാണ്. അലക്സാണ്ടറിന്റെ ആക്രമണം മുതൽ ഇറാഖ് യുദ്ധം വരെയുള്ള ആ ലിസ്റ്റിലുണ്ടാകും. അതുകൊണ്ട് എന്തെല്ലാം ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആശയപരമായ ഐക്യവും ഷിയ ഇസ്ലാമിന്റെ പാശ്ചാത്യ വിരുദ്ധതയും ബാഹ്യ ഭീഷണികൾക്കെതിരെ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തും. നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അയത്തുള്ള ഖമനയുടെ പരിഹാസം ഇറാൻ ജനതയെ പ്രത്യയശാസ്ത്രപരമായി യോജിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അമേരിക്കയ്ക്ക് വേണ്ടത് അനുസരണയുള്ള ഇറാനെയാണ് 2025 ഓഗസ്റ്റിൽ ഖമനയി പറഞ്ഞതാണ്. ഇത്തരം അപമാനം ഇറാനിലെ ജനങ്ങൾ ഒരിക്കലും സഹിക്കില്ല. ചില വിദഗ്ധർ ഈ പ്രതിഭാസത്തെ ആണവ ദേശീയത എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനെതിരെ ഒരു ദേശീയ ചെറുത്തുനിൽപ്പ് ഉണ്ടാക്കുന്നതാണ്. ആണവ വിരുദ്ധത ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വാജ്പേയി ഭരണകാലത്ത് ഇന്ത്യ പൊഖ്രാനിൽ ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ വിദേശത്തും സ്വദേശത്തും വലിയ വിമർശനമാണ് അതിനെതിരെ ഉണ്ടായത്. എന്നാൽ 20 വർഷം കൊണ്ട് ആ പ്രത്യയശാസ്ത്ര എതിർപ്പ് പൊതുവെ മാറുകയുണ്ടായി. ഇറാനിൽ ആണവ പദ്ധതിയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരു ദേശീയ അഭിമാന പ്രശ്നമെന്ന നിലയിൽ ആണവ സാങ്കേതിക വിദ്യയ്ക്കുള്ള പരമാധികാര അവകാശത്തെ ഇറാനികൾ പൊതുവെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ആയുധവൽക്കരണത്തെക്കുറിച്ച് 2 അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ജൂണിലെ യുദ്ധം ഇറാനിൽ ദേശീയതയുടെ ഒരു പുതിയ തരംഗം അടിച്ചു സൃഷ്ടിച്ചിരിക്കുകയാണ്. വിദേശാക്രമണത്തെയും നിലനിൽപ്പിന്റെ ഭീഷണിയെയും കുറിച്ചുള്ള തങ്ങളുടെ വാദം ശരിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇറാൻ ഭരണകൂടത്തിന് ഇതിലൂടെ സാധിച്ചു. ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ള ഇറാന്റെ പ്രാപ്തി പൂർണ്ണമായും നശിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. അതിന് ഇറാൻ നിന്നുകൊടുക്കില്ല എന്നാണ് ഖമനയുടെ പരിഹാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കുമെന്ന് മാത്രമല്ല, അത്രയ്ക്ക് ഇറാൻ ഈ ആണവ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ആണവ പ്രശ്നം ഇറാന്റെ പരമാധികാര അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഈ ആണവ ദേശീയതയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. ഇറാന്റെ സുപ്രധാന പ്രതിരോധ ശക്തികളായ ഹൂത്തി, ഹിസ്ബുള്ള, ഹമാസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 ഡിസംബറിൽ സിറിയയിൽ ബാഷർ അൽ അസദിന്റെ ഗവൺമെന്റ് തകർന്നപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ ഏക ഭരണകൂട സഖ്യകക്ഷിയാണ് വീണത്. ഇത് ഹിസ്ബുള്ളയിലേക്കുള്ള ഇറാന് കരമാർഗം ആയുധങ്ങൾ കടത്തുന്നതിനുള്ള വഴിയില്ലാതാക്കി. മാത്രമല്ല, ഗസയിലെ ഇസ്രായേൽ ആക്രമണം ഹമാസിനെ നന്നായി തകർത്തു. ഇസ്രായേലുമായുള്ള പോരാട്ടത്തിൽ ഹിസ്ബുള്ളയ്ക്ക് തങ്ങളുടെ ആയുധ ശേഖരത്തിന്റെ പകുതിയോളം നഷ്ടമായതായി മുതിർന്ന നേതൃത്വത്തിന്റെ ഭൂരിഭാഗവും കൊല്ലപ്പെടുകയും ചെയ്തു. ഈ പ്രോക്സി പ്രതിരോധം തകർന്നതോടെ ആണവ പദ്ധതിയായി ഇറാന്റെ പ്രധാന വിലപേശൽ കാർഡ് ബലഹീനത പ്രകടിപ്പിക്കുന്നത് മുതൽ ഇസ്രായേലി ആക്രമണങ്ങൾക്കും അമേരിക്കയിൽ നിന്ന് കടുത്ത ആവശ്യങ്ങൾക്കും പ്രോത്സാഹനമാകുമെന്നാണ് അയത്തുള്ള ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. ഈ ആണവ അവ്യക്തത നിലനിർത്തുന്നത് അന്താരാഷ്ട്ര നിബന്ധനകൾ നിരസിക്കാനും ഭയപ്പെട്ട് കീഴടങ്ങിയിട്ടില്ലെന്ന് സ്വന്തം ജനതയെ കാണിക്കാനും കൂടി വേണ്ടിയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ ദുർബലപ്പെടുത്താൻ ഇന്ത്യ പോലുള്ള മറ്റ് രാജ്യങ്ങളുമായുള്ള ബദൽ സാമ്പത്തിക കരാറുകൾ കൂടി ട്രംപിനെതിരെ അയത്തുള്ളയുടെ പരിഹാസത്തിനും ഇറാന്റെ ധൈര്യത്തിനും കാരണമായിട്ടുണ്ട്. ഇറാൻ 2025 പ്രതിദിനം ശരാശരി 1.4 മുതൽ 1.5 ദശലക്ഷം ബാരൽ വരെ എണ്ണ കയറ്റുമതി നടത്തി. പ്രധാനമായും ചൈനയിലേക്ക് കപ്പലിൽ നിന്ന് കപ്പലിലേക്കുള്ള എണ്ണ കൈമാറ്റം ചെയ്യുക തുടങ്ങിയ തന്ത്രപരമായ നീക്കവും ഡോളർ അധിഷ്ഠിത സാമ്പത്തിക ശൃംഖലയെ മറികടന്നുള്ള പേയ്മെന്റ് രീതികളും ഇറാന് നൽകുന്നത് വലിയ ആശ്വാസമാണ്. ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷനിലും ബ്രിക്സിലുമുള്ള ഇറാന്റെ പങ്കാളിത്തം 2025 ജനുവരിയിൽ റഷ്യയുമായി ഒപ്പുവെച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടി പടിഞ്ഞാറൻ സ്വാധീനം കുറയ്ക്കുന്ന സാമ്പത്തിക വഴികളാണ് ഇറാന് മുന്നിൽ തുറന്നു കൊടുത്തത്. ഈ കരാറുകൾക്ക് പടിഞ്ഞാറൻ വ്യാപാരത്തിലും സാങ്കേതിക വിദ്യയ്ക്കും പകരമാകില്ലെങ്കിലും അമേരിക്കൻ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായും കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഇറാനെ ഇത് സഹായിക്കും. അമേരിക്കൻ സമ്മർദ്ദം വകവെക്കാതെ ഇറാനിയൻ എണ്ണയുടെ പുതിയ കസ്റ്റമറായി ഇന്ത്യ ഉയർന്നു വന്നത് ഇറാന് വലിയ സഹായകരമായി മാറി. പിന്നെ ഇതിനെല്ലാം മുകളിൽ ട്രംപിന്റെ ഇറാൻ നയങ്ങളും ഖത്തറിനെ സംരക്ഷിക്കാൻ കഴിയാതെ പോയതും ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത
ഇല്ലാത്ത ആളാണ് എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഇറാന് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ആണവ നിരീക്ഷകരുടെ മുന്നിൽ ഇറാൻ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുവെന്ന് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി സ്ഥിരീകരിച്ചിട്ടും 2018 ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനിൽ നിന്ന് ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയത് ഇറാന്റെ ദൃഷ്ടിയിൽ അമേരിക്കൻ വിശ്വാസ്യതയാണ് തകർത്തത്. ഡീൽ മേക്കറായി സ്വയം അവതരിപ്പിക്കുന്ന ട്രംപ് ശരിക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ഡീൽ മേക്കർ ആണെന്ന് ഖമനൈ പരിഹസിക്കുന്നത് വെറുതെയല്ല. ഇതാണ് കാരണം. വിരോധാഭാസം എന്ന് പറയട്ടെ, ഗസയിലെ വെടിനിർത്തലിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ചത് ഇറാന് ക്ഷീണമല്ല, പകരം ഇറാൻ വാദത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. സൈനിക ബലം മാത്രമാണ് അമേരിക്കയ്ക്ക് മനസ്സിലാകുന്ന ഒരേയൊരു ഭാഷ എന്നതിന്റെ തെളിവായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ വെടിനിർത്തലിനെ ചിത്രീകരിക്കുകയാണ്. ജൂണിലെ യുദ്ധത്തിൽ ഇറാന്റെ കഴിവുകളെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടതിന് ശേഷം ട്രംപ് ഒരു നയതന്ത്ര പരിഹാരം തേടി ഇറാനുമായി സംസാരിക്കാൻ തയ്യാറായത് തങ്ങളുടെ വലിയ വിജയമായിട്ട് തന്നെയാണ് ഇറാൻ കണക്കാക്കുന്നത്. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ നിലനിർക്കെ തന്നെ യമനിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഹൂത്തികൾ വ്യക്തമാക്കിയത് പ്രതിരോധ അച്ചുതണ്ട് പൂർണ്ണമായും തകർന്നിട്ടില്ല എന്നാണ് തെളിയിക്കുന്നത്. ഖമനൈക്ക് ട്രംപിനെ ഇങ്ങനെ പരിഹസിക്കാനുള്ള ധൈര്യം ലഭിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് ഇന്നത്തെ കഥ. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, എനിക്ക് ഈ ഖത്തർ സംസാരിക്കാൻ നല്ല പ്രശ്നമുള്ള ആളാണ്. എനിക്ക് ഖത്തർ എനിക്ക് വരൂല, എന്നോട് ക്ഷമിക്കണം.